നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ RSI എന്ന ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് നമ്മൾ ഇൻട്രാഡേയിൽ നമുക്ക് എങ്ങനെ എൻട്രീസ് എടുത്ത് നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക, കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം മാത്രം പോവുക, എങ്കിലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ശരിയായ ഇൻഫർമേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് വന്ന് ഇൻട്രാഡേ ട്രേഡിങ്ങിലേക്ക് വന്ന് ഒന്നുകിൽ സ്റ്റോക്കിൽ ഇൻട്രാഡേ സ്റ്റാർട്ട് ചെയ്യുന്നവരായിരിക്കും കൂടുതൽ പേര്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു SBIN എന്ന സ്റ്റോക്കാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പം ഏത് സ്റ്റോക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാലും നമുക്ക് വളരെ സിമ്പിളായിട്ട് RSI എന്ന ഇൻഡിക്കേറ്റർ, അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്നാണ് പറയുന്നത് RSI. അപ്പോൾ നമുക്ക് ഏത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണെങ്കിലും നമുക്ക് സ്റ്റഡീസിൽ വന്ന് ഇവിടെ RSI എന്നൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് RSI നമുക്ക് ഇങ്ങനെ ഒരു ഡിഫാൾട്ട് സെറ്റിംഗ് കിട്ടുന്നതായിരിക്കും. അവിടെ ഡിഫാൾട്ട് സെറ്റിങ്ങിൽ 80-20 എന്ന് പറഞ്ഞാണ് കിട്ടുന്നത്. അപ്പം അവിടെ അത് സൂചിപ്പിക്കുന്നത്, അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇത് കണ്ടോ, ഈ ഒരു ലൈനിന് മുകളിൽ ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓവർ ബോട്ട് സോണും, ഈ ഒരു റീജിയണ് താഴെ, ഈ ഒരു ഗ്രീൻ റീജിയണ് താഴെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഓവർ സോൾഡ് സോണുമായിട്ടാണ് അത് സൂചിപ്പിക്കുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കയറാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ബൈ ചെയ്തു, ഒരുപാട് മുകളിലെത്തി സ്റ്റോക്കിൻ്റെ പ്രൈസ്. അതുപോലെ തന്നെ ഇതിങ്ങനെ താഴോട്ട് വന്ന് ഈ ഒരു ലൈന് താഴെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് സെല്ല് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ വളരെ വിലക്കുറഞ്ഞാണ് കിട്ടുന്നത്. അതിപ്പോൾ സ്റ്റോക്ക് ആണെങ്കിലും ഓപ്ഷൻസ് ആണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ ഇൻട്രാഡേയിൽ നമ്മൾ ഇങ്ങനെ ചാർട്ട് ഓപ്പൺ ആക്കി RSI എന്ന ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡിഫാൾട്ടായിട്ട് 80-20 എന്നാണ് പറഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് കുറച്ചും കൂടെ നമുക്ക് കാണാനും വ്യക്തതയ്ക്കൊക്കെ വേണ്ടി ഞാനിവിടെ 70, അതായത് 80 എന്നുള്ളത് 70 ആക്കി. അപ്പം ഈ ഒരു ലൈൻ കുറച്ച് താഴെ വന്നു. ഇത് 80 ആണെങ്കിൽ ഇത് 70. ഓക്കെ. അതുപോലെ തന്നെ താഴത്തത് 20 എന്നുള്ള ലൈൻ ഞാൻ 30 ആക്കി. അപ്പം ഇത്രയും ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയാണ് അത് ചെയ്തത്. അപ്പം അതിനുശേഷം ഞാൻ ഈ മുകളിലത്തെ ആ റീജിയൻസിന് ഒരു റെഡ് ഷെയ്ഡും താഴത്തെ റീജിയൻസിന് ഒരു ഗ്രീൻ ഷെയ്ഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ സാധിക്കും ഇവിടെയൊക്കെ ഗ്രീൻ ഷെയ്ഡ് വന്നിരിക്കുന്നത്. അപ്പം ഇത് വളരെ സിമ്പിളാണ്. അപ്പം ഇത് വർഷങ്ങളായിട്ട് നമ്മുടെ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പം ഒരു ബിഗിനർ ആണെങ്കിൽ അവർക്ക് വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ തിയറീസൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് അവർക്ക് അവർ കൂടുതൽ ആൾക്കാരും മനസ്സിലാക്കി എടുക്കുന്നത് ഈ ഒരു മെത്തേഡാണ്. അതായത് ഇത് ഒരു നമുക്ക് കാണാൻ സാധിക്കും ഈ താഴെ ഒരു എന്ത് റീജിയനാണ്? ഓവർ സോൾഡ് റീജിയനാണ്. അപ്പോൾ നമുക്ക് വളരെ വില കുറഞ്ഞാണ് കിട്ടുന്നത്. അപ്പം ഇത്രയും ഫ്രെയിമാണ് എടുക്കേണ്ടത്. അതൊരു ഇൻട്രാഡേയുടെ ഫ്രെയിമാണ്. ഇതെല്ലാം ഓരോ ഫ്രെയിംസാണ്. 15 മിനിറ്റിൻ്റെ ഓരോ ദിവസത്തെ കംപ്ലീറ്റ് ട്രേഡിംഗ് ഡേയുടെ ചാർട്ടാണ് ഓരോന്നും. അപ്പം ഒരു ദിവസത്തെ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ട് പോകുന്നു. അപ്പോൾ ഈ ഒരു റീജിയനിൽ വന്നപ്പോൾ എക്സാക്റ്റായിട്ട് നമുക്ക് ഈ ഒരു RSI കാണിക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഗ്രീൻ ഷെയ്ഡ് കാണിക്കുന്നു, 30 താഴോട്ട് വന്നേക്കുന്നു, ഏകദേശം 20 എത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു റീജിയൻ വെച്ച് ഈ ഒരു റീജിയനിൽ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായിട്ട് ഇത് കണ്ടോ, വളരെ വലിയൊരു പ്രോഫിറ്റാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പം അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. ഈ ഒരു റീജിയണിൽ ഇത് ഏകദേശം 70 മുകളിലേക്ക് കയറുകയാണ്. ഇത് കണ്ടോ, 70 മുകളിലേക്ക് കയറി. അപ്പോൾ ഈ ഒരു റീജിയണിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്ന് പ്രൈസ് താഴോട്ട് പോരും എന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ആദ്യം സെല്ല് ചെയ്യാം. ഇൻട്രാഡേയിൽ ഷോർട്ട് സെല്ല് ചെയ്യാൻ പറ്റും. അപ്പം അവിടെ സെല്ല് ചെയ്തിട്ട്, അപ്പം ഇപ്പോൾ 611 എന്നുള്ള റീജിയനാണത്. അപ്പം ഏകദേശം 611 എന്നുള്ള റീജിയണിൽ സെല്ല് ചെയ്തിട്ട് നമുക്ക് താഴെ വാങ്ങാം. 608 605 ഈ ഒരു റീജിയണിലൊക്കെ ബൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടും. വളരെ സിമ്പിളാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ആണ് നിങ്ങൾ കൂടുതലായിട്ടും ഒരു ബിഗിനർ ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു ട്രേഡിങ്ങിൽ നല്ല രീതിയിൽ RSIനെ കുറിച്ച് അറിയത്തില്ലാത്തവരാണെങ്കിലും ഈ ഒരു മെത്തേഡ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും ഈ ഒരു റീജിയണിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഓവർസോൾഡ് എന്ന് പറഞ്ഞ് അവിടെ നിന്നൊരു മാർക്കറ്റ് റിവേഴ്സ് ആകും, മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകും എന്നല്ല. അപ്പം ഞാനിപ്പം കാണിച്ചതും 1 അല്ലെങ്കിൽ 2 ദിവസത്തെ ചാർട്ട് മാത്രമാണ് കാണിച്ചത്. അപ്പം ബാക്കിയുള്ള ട്രേഡിംഗ് ചാനൽസിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ഇങ്ങനെയുള്ള 1-2 ചാർട്ട്സ് വെച്ച് കാണിക്കുന്ന
ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ആവറേജിങ്ങിൻ്റെ കൺസെപ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു, ഒരു ഇൻട്രാഡേ മിസ്റ്റേക്ക്. അതുപോലെ തന്നെയാണ് ഇത് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പം ഇൻട്രാഡേയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യരുത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ നല്ല വശങ്ങളുണ്ട്, അതും നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും മനസ്സിലാക്കും. അപ്പം ഇനി കൂടുതലായിട്ട് എക്സാമ്പിൾ ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തു, അപ്പോൾ ഈ ഒരു റീജിയനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ബൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നല്ല പ്രോഫിറ്റ് കിട്ടിയേനെ. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു റീജിയനിൽ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയേനെ. അപ്പം ഇങ്ങനെ കണ്ട് നമ്മൾ കണ്ണും പൂട്ടി വിശ്വസിക്കാതെ, ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യാതെ, ആ ഒരു ഏത് സ്ട്രാറ്റജി ആണെങ്കിലും അത് പേപ്പർ വർക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ഡയറക്റ്റായിട്ട് മണി ആഡ് ചെയ്ത് ലൈവ് എൻട്രീസ് എടുക്കാതെ പേപ്പർ ട്രേഡിങ് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്തൊക്കെയാണ് ഡിഫിക്കൽട്ടീസ് വരുന്നത്, അത് നിങ്ങൾക്ക് സൂട്ടാണെങ്കിൽ മാത്രം എടുക്കുക. ഓരോ ടൈം ഫ്രെയിമിനനുസരിച്ചും ഇതിൻ്റെ വാല്യൂസ് എല്ലാം ചേഞ്ച് ആവും, RSIയുടെ എല്ലാം. ഓക്കെ, അപ്പം നമുക്കിനി കുറേ എക്സാമ്പിൾസ് നോക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു റീജിയണിൽ ഇതുണ്ടോ 70. അപ്പോൾ നമുക്ക് ആ ഒരു റീജിയണിൽ എക്സാക്ട്ലി ഈ ഒരു റീജിയണിൽ ബോട്ട് റീജിയണിലേക്കാണ് പോകുന്നത്. അപ്പം പ്രൈസ് വളരെ മുകളിൽ പോയി താഴോട്ട് പോരാൻ ഒരു ചാൻസ് ഉണ്ട് എന്ന് എക്സ്പെക്റ്റ് ചെയ്തു, സെല്ല് ചെയ്തു, വളരെ വലിയ പ്രോഫിറ്റ് കിട്ടി ഈ ഒരു ദിവസം. അപ്പോൾ അതിന് മുമ്പത്തെ ദിവസം, ആ ഒരു ദിവസവും ഇത് കണ്ടോ, ഈ ഒരു മുകളിലേക്ക് പോയി അവിടെ നിന്ന് ഇത് കണ്ടോ താഴോട്ട് വന്നു, നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പം ഇങ്ങനെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് കിട്ടും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചത്. അതുപോലെ തന്നെ കൂടുതൽ എക്സാമ്പിളിലേക്ക് പോകുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു ഡീമെറിറ്റ്സും കൂടെ മനസ്സിലാകുന്നത്. ആ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഒരു റീജിയണിൽ ഏകദേശം ഇത് 70 ക്രോസ് ചെയ്യുവാണ്. അപ്പം ആ ഒരു 70 ക്രോസ് ചെയ്യുന്ന ഈ ഒരു ക്യാൻഡിൽ തന്നെ ക്രോസ് ചെയ്യുകയാണ് 605 എന്ന പ്രൈസിൽ. അപ്പം നമ്മൾ 605 എന്ന പ്രൈസിൽ സെല്ല് ചെയ്ത് രാവിലെ തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേ ദിവസം അത് താഴോട്ട് പോരുന്നില്ല. പക്ഷേ ഇതിങ്ങനെ പതിയെ അവിടെ തന്നെ കൺസോൾഡേറ്റ് ചെയ്ത് മുകളിലേക്കാണ് പോയത്. 609, 610 വരെ പോയി. അപ്പം ഇവിടെ RSI എന്താണ് സംഭവിച്ചത്? RSI പതിയെ താഴോട്ടാണ് പോകുന്നത്. അപ്പം ഇത് മനസ്സിലാക്കുക, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ ഈ ഒരു ദിവസം നഷ്ടം സംഭവിക്കും. അപ്പം ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള റീജിയൻസ്, ഈ ഒരു 2 ഓവർസോൾഡിനും ഓവർബോട്ടിനും ഇടയ്ക്ക് ഇങ്ങനെ ട്രേഡിംഗ് ആയിട്ട് വരുന്നത് സാധാരണ ആരും ട്രേഡിംഗ് സോൺ ആയിട്ട് എടുക്കാറില്ല. അപ്പം അത് അവോയ്ഡ് ചെയ്തിട്ടായിരിക്കും മാക്സിമം ആൾക്കാർ എൻട്രീസ് എടുക്കുന്നത് ഈ ഒരു RSI വെച്ച്. അപ്പം സാധാരണ ആൾക്കാർ എടുക്കുന്നതിൻ്റെ അകത്തുള്ള തെറ്റാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് ഇവിടെ ഈ ഒരു റീജിയണിൽ ഇത് ഏകദേശം 30 താഴെ രാവിലെ തന്നെ ഫസ്റ്റ് ക്യാൻഡിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു റീജിയണിൽ എൻട്രി എടുത്തിരുന്നെങ്കിൽ അവിടെ നിന്ന് ഒരു റിവേഴ്സൽ വന്ന് ചെറിയൊരു പോസിറ്റീവ് തന്നു, ഏകദേശം 1% പ്രോഫിറ്റ് തന്നു. അതിനുശേഷം ഈ ഒരു റീജിയണിലും ഏകദേശം ഒരു 30 അടുത്തിട്ട് വരുന്നുണ്ട്. അപ്പം അവിടെ നമ്മളൊരു റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്ത് വീണ്ടും ബൈ ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും, അല്ലെങ്കിൽ താഴോട്ട് പോകും. നമ്മൾ ആവറേജിങ് അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ലോസ് ഇൻക്രീസ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഈ ഒരു റീജിയണിൽ തൊട്ട് നമ്മൾ ഏകദേശം അത് ഈ ഒരു റീജിയണിൽ ഏകദേശം അത് നമ്മുടെ താഴത്തെ ഗ്രീൻ ലൈനിൽ ഓവർസോൾഡ് റീജിയണിൽ ടച്ച് ആവുന്നുണ്ട്. അപ്പം ആ ഒരു റീജിയണിൽ തൊട്ട് ഏകദേശം ഈ ഒരു ലെവൽ തൊട്ട് അത് താഴോട്ടാണ് പോകുന്നത്. നമുക്ക് വീണ്ടും ഇവിടെ വന്നപ്പോൾ ക്ലിയർ ആയിട്ട് അത് 20 താഴെയും പോകുന്നുണ്ട്. അതിനുശേഷം അവിടെ തന്നെ കൺസോൾഡേറ്റ് ചെയ്ത് തീരുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ SBI പോലെ തന്നെ ഞാൻ ഇൻഫോസിസിൻ്റെ ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഫോസിസിലും സെയിം ആയിട്ട് RSI നമുക്ക് കാണാൻ സാധിക്കും താഴെ. അപ്പോൾ RSIയുടെ ഇവിടുത്തെ വാല്യൂസ് നോക്കുക, ഈ ഒരു പോയിന്റിലും നമുക്ക് ഏകദേശം ഇത് 30 താഴെ പോകുന്നുണ്ട്. അവിടെ നിന്ന് വീണ്ടും അത് താഴോട്ടാണ് പോന്നുകൊണ്ടിരുന്നത്. അന്നത്തെ ദിവസം ഫുള്ള് അത് ഏകദേശം 30, 25, 20 റീജിയണിലാണ് അത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് RSI. ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് താഴോട്ട് തന്നെയാണ് പോകുന്നത്. നമ്മളൊരു റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്തു, പക്ഷേ റിവേഴ്സൽ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഇല്ല. അതുപോലെ തന്നെ ഈ ഒരു റീജിയണിൽ ഇത് ഒരു റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്, ഇത് ഓവർ ബോട്ട് റീജിയൺ എന്ന് ഓർത്ത്. പക്ഷെ അവിടെ നിന്ന് ഒരു താഴോട്ട് പോന്നിട്ടില്ല. അതേ റീജിയണിൽ തന്നെ ഒരു കൺസോൾട്ടേഷനാണ് നമുക്ക് ഈവനിങ് വരെ കാണാൻ സാധിച്ചത്. നമുക്കിങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ലൈവ് മാർക്കറ്റിലെ ചാർട്ട് കാണുമ്പോൾ മനസ്സിലാകും. അപ്പം തീർച്ചയായിട്ടും ഇത് കണ്ടോ, ഈ ഒരു റീജിയൺ തൊട്ട് അത് നമ്മുടെ
ഇൻഫോസിസിൻ്റെ ചാർട്ട് ആ ഒരു ദിവസത്തെ നമ്മുടെ 30-ന് താഴോട്ട് പോവുകയാണ്, ഏകദേശം 20 റീജിയനിലേക്ക് വരികയാണ്. അവിടെ നിന്നും അത് താഴോട്ട് തന്നെയാണ് പോയത്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ ഓരോ ഇൻഡിക്കേറ്ററും അല്ലെങ്കിൽ ഓരോ ട്രേഡിംഗ് സ്ട്രാറ്റജിയും ചെക്ക് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻസ് ഈ ഈ ഈ ഈ കാര്യങ്ങൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ഒരു റീജിയണിൽ കണ്ടോ, ഇവിടെ നിന്ന് വന്നു ഒരു റിവേഴ്സലുണ്ടായി, ഒരു പക്ഷേ പ്രോഫിറ്റ് കിട്ടിയേക്കാം. അപ്പം ചെറിയൊരു പ്രോഫിറ്റിലേക്ക് വന്നേക്കാം. അപ്പം അങ്ങനെയുള്ള പോസിബിലിറ്റീസും ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ചാർട്ട്സ് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഓരോ സ്ട്രാറ്റജി വെളിപ്പെടുത്തുന്ന ആൾക്കാരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അതിൽ കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യാതെ നിങ്ങളും കൂടെ കുറച്ച് വർക്ക് ചെയ്യാൻ നോക്കുക. ഇതുണ്ടോ വലിയ വലിയ എക്സാമ്പിൾസ്. ഈ ഒരു റീജിയണിലൊക്കെ തൊട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇത് 80-നൊക്കെ മുകളിലാണ് ഇത് പോയേക്കുന്നത്. അപ്പം ആ ഒരു സമയം തൊട്ട് ഇത് സെല്ല് ചെയ്ത് ഇപ്പോൾ സെല്ല് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഇതൊക്കെ കാണുമ്പോഴത്തേനും നമ്മൾ ഇത്രയും മുകളിൽ പോകുന്ന കാണുമ്പോഴത്തേനും വീണ്ടും സെല്ല് ചെയ്യുന്നവരുണ്ടാകും. റിവേഴ്സ് ആവും എന്ന് എക്സ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഈവനിങ് വരെ അത് മുകളിലേക്കാണ് ഇത്. വലിയ നഷ്ടങ്ങളായിരിക്കും അന്ന് സംഭവിച്ചത്. അങ്ങനെ ഒരു എക്സ്പെക്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള റോങ് ആയിട്ടുള്ള ട്രേഡിംഗ് മെത്തേഡ് അപ്രോച്ച് ചെയ്യാതിരിക്കുക. ഇത് കണ്ടോ, ഈ ഒരു റീജിയണിലൊക്കെ എൻട്രി എടുത്ത് സെല്ല് ചെയ്ത് ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് അവർക്കും നഷ്ടം ഉണ്ടാവും. മുകളിലേക്കാണ് പോയത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിന് ഓപ്പോസിറ്റായിട്ട്. അപ്പം ഒരുപാട് എക്സാമ്പിൾസ് ഈ ഒരു റീജിയണിൽ കംപ്ലീറ്റ് ആയിട്ട് മുകളിലേക്കാണ്. ഈ ഒരു റീജിയൺസിലും ഇതുണ്ടോ മുകളിലേക്കാണ് പോയത്. അപ്പം നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ലൈവ് മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ കൃത്യമായിട്ട് ഇവിടേക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം 2 സ്റ്റോക്കിൻ്റെയാണ് ചാർട്ട്സ് നിങ്ങളെ കാണിച്ചു തന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചാർട്ടിൽ ക്ലിയർ ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണിച്ചത്. അപ്പം ചിലവർ ഓപ്ഷൻസിൻ്റെ അകത്താണെങ്കിൽ പ്രീമിയത്തിൻ്റെ അകത്ത് ഇതേ സെയിം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇതിലും ഡേഞ്ചറസ് ആണ്. ഓപ്ഷൻസിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ എക്സ്പയറി ഡേയിൽ ഇങ്ങനെ റിവേഴ്സ് ആവുമെന്നൊക്കെ ഓർത്തുകൊണ്ട് താഴത്തെ RSI ഓവർ ബോട്ടിലേക്കും ഓവർ സോളിലേക്കും ഒക്കെ പോകുമ്പം അതനുസരിച്ച് സിയും പിയും ഒക്കെ ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ ഇതിലും ഡേഞ്ചറസ് ആണ്. അപ്പം സ്റ്റോക്സിലുണ്ടാകുന്ന നഷ്ടത്തിനേക്കാളും ഒരുപാട് നഷ്ടങ്ങൾ ഓപ്ഷൻസിൻ്റെ അകത്തും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കറൻസി സെക്ഷനിലൊക്കെ നിങ്ങൾ RSI ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് ഇൻട്രാഡേ ട്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം ഇതിൻ്റെ നല്ല വശങ്ങളുമുണ്ട്. നമുക്ക് ഈ ഒരു RSI എന്ന ഇൻഡിക്കേറ്റർ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ആണ്. അപ്പോൾ ഞാനിവിടെ RSIനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു സിംഗിൾ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് മാത്രമല്ല നമ്മൾ എൻട്രീസ് എടുക്കേണ്ടത്. നമുക്ക് എൻട്രി എടുക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ഫോളോ ചെയ്യാനുള്ള ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള ഇൻഡിക്കേറ്റർ, ഈ RSI പോലെയുള്ള ഇൻഡിക്കേറ്റർ നമുക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ ഈ ഒരു RSIയും കൂടെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താഴെ നിന്ന് ഇങ്ങനെ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അതിനൊരു സ്ട്രെങ്ത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു മുകളിലൊക്കെ പോയിട്ട് ഈ താഴോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റും കൂടെ അതേപോലെയുള്ള ക്യാൻഡിൽസ് അല്ലെങ്കിൽ അതേപോലെയുള്ള പാറ്റേൺസ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയയിലേക്ക് എത്തിക്കാം. ഇതിനൊരു സ്ട്രെങ്ത് കുറവാണ്, ഒരു ബിയറിഷ്നെസ് ഉണ്ട്. അപ്പം നമുക്ക് RSIയും സൂചിപ്പിക്കുന്നുണ്ട് ഒരു ഡൗൺ ട്രെൻഡ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു റീജിയണിൽ നിന്ന് ഒരു ഡൗൺ ട്രെൻഡ് എക്സ്പെക്റ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു എൻട്രിയിലേക്കല്ല പോകേണ്ടത്. നമ്മൾ എടുക്കുന്ന സ്ട്രാറ്റജിയിൽ അതൊരു കമ്പൈൻഡ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു RSI ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതാണ് എനിക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാനുള്ളത്. അപ്പം ഇൻട്രാഡേ ഉണ്ടാക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ് ഇത്. അപ്പം ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി മാത്രം എൻട്രീസ് എടുക്കുക. നമുക്കിത് കണ്ടോ, ഈ ഒരു റീജിയണിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു RSIയുടെ ഒരു മൊമെൻറ്റം
ഇത് കണ്ടോ, ഇവിടെ നിന്ന് പതിയെ പതിയെ ഇത് മുകളിലേക്ക് പോകുന്നത് കണ്ട് നമുക്കൊരു സ്ട്രെങ്ത് എക്സ്പെക്റ്റ് ചെയ്യാം മാർക്കറ്റിൽ. അപ്പോൾ ജസ്റ്റ് അത് ഒരുപക്ഷെ ക്ലിയർ ആയിട്ട് സ്ട്രെങ്ത് തന്നേക്കാം, ഒരുപക്ഷെ തരാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ എല്ലായ്പ്പോഴും തന്നെന്നില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് ഇതിൻ്റെ ഒരു അപ്സൈഡ് മൊമെൻറ്റം പതിയെ പതിയെ ഒരു 15 എബോയിലേക്കൊക്കെ പോകുമ്പോഴത്തേനും അത് സ്ട്രെങ്ത് കൂടി കൂടി വരും. ഇച്ചിരി കൂടെ അപ്സൈഡ് മൊമെൻറ്റത്തിനുള്ള സാധ്യതകൾ കൂടും. അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴോട്ട് പോരുന്ന സമയത്ത് 15 താഴോട്ടൊക്കെ പോകുമ്പോഴത്തേനും, പകുതിക്ക് താഴോട്ടൊക്കെ പോകുമ്പോഴത്തേനും അത് സ്ട്രെങ്ത് കുറച്ചും കൂടെ വീക്കാവും. അതുപോലെ തന്നെ താഴോട്ട് ഇച്ചിരി കൂടെ ആ ഒരു സ്ലോപ്പിൽ പോരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ബാക്കി നിങ്ങളുടെ ഒരു അനാലിസിസ് ആണ്. അപ്പം ഇത് ജസ്റ്റ് ഓവർ ബോൾട്ട് അല്ലെങ്കിൽ ഓവർ സോൾഡ് എന്ന് പറഞ്ഞ് നമ്മൾ RSI നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെയുള്ള ഇൻഡിക്കേറ്റർ നമ്മുടെ ട്രേഡിംഗ് ബ്രോക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കുക. അല്ലെങ്കിൽ മറ്റ് യൂട്യൂബിലെ വീഡിയോസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് കണ്ട് അവിടെ നിന്ന് RSIയുടെ സ്ട്രാറ്റജി പഠിച്ചു വരുന്നവർക്കും ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കുക. ഈ വീഡിയോ ഞാൻ വിചാരിക്കുന്നു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെന്ന്. ഇതേ മെത്തേഡിൽ നിങ്ങൾ ആരെങ്കിലും ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് മാത്രം ചെയ്താൽ പോരാ, കമൻറ്റും കൂടെ ചെയ്യുക. എങ്കിലേ ഇതുപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് നമുക്ക് മുമ്പോട്ട് ചെയ്യാൻ കൂടുതലായിട്ട് പ്രചോദനം ഉണ്ടാകുക. ഇപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ. അപ്പോൾ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, ബാക്കിയുള്ള കൂട്ടുകാരിലേക്കും കൂടെ ഈ ഒരു ഇൻഫർമേറ്റീവ് ടോപ്പിക്ക് ഷെയർ ചെയ്യാൻ നോക്കുക. അപ്പം ഇൻട്രാഡേ ചെയ്ത് ഒരുപാട് മണി നഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അവർക്കും കൂടെ ഈ ഒരു റോങ് ആയിട്ടുള്ള മെത്തേഡ്സിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് മാറി നിൽക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.